നഴ്സിംഗ് പഠനത്തോടൊപ്പം ചിത്രരചനയിൽ അച്ഛനെ സഹായിക്കുന്ന തിരക്കിലാണ് കോഴഞ്ചേരി സ്വദേശിനി ആവണി. ഇലന്തൂരിലെ ഗണപതി ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിലും ചുവരുകളിലുമുള്ള പുരാണ കഥാപാത്രങ്ങളെ വർണ്ണങ്ങൾ ചേർത്ത് മനോഹരമാക്കുകയാണ് ഈ കലാകാരി. കാണാം ആ ചിത്രവിശേഷം. രോഗികൾക്ക് ആശ്വാസം പകരുന്ന ഈ മാലാഖയുടെ കൈകളിൽ ബ്രഷും ചായങ്ങളും നന്നായി ഇണങ്ങും. കോഴഞ്ചേരി സ്വദേശിനിയും തിരുവനന്തപുരത്ത് അവസാന വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയുമായ ആവണി കെ പ്രമോദാണ് പിതാവ് പ്രമോദ് നീലകണ്ഠനെ സഹായിക്കാൻ ചായം പൂശുന്ന ബ്രഷുമായി ചുവർചിത്ര രചനയുടെ തിരക്കിലേക്ക് എത്തിയിരിക്കുന്നത്. ഇലന്തൂർ 888 നമ്പർ NSS കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഗണപതി ക്ഷേത്രത്തിന്റെ ചുവരുകളിലും നാലമ്പലത്തിലും മഹാഭാരതം, രാമായണം തുടങ്ങിയ പുരാണങ്ങളിലെ കഥാപാത്രങ്ങളെ അക്രലിക് കളറിൽ പഞ്ചവർണ്ണങ്ങളിലായിട്ടാണ് മനോഹരമാക്കുന്നത്. ചിത്രകലയോടൊപ്പം നൃത്തത്തിലും പ്രാവീണ്യമുള്ള ആവണി സമയം കിട്ടുമ്പോഴെല്ലാം ഇത്തരത്തിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ അച്ഛനോടൊപ്പം കൂടാറുണ്ട്. കുഞ്ഞിലെ തൊട്ടേ പടം വരയ്ക്കാറുണ്ട്. പിന്നെ കുറച്ചുകൂടെ പാഷനായിട്ട് ഡാൻസ് ആയിരുന്നു ചെയ്യാറ്. പിന്നെ ഇപ്പം കോഴ്സൊക്കെ തുടങ്ങി കഴിഞ്ഞ് സമയമൊക്കെ കിട്ടുമ്പോൾ അച്ഛൻ്റെ കൂടെ വർക്കിലൊക്കെ വരും, അച്ഛനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വരയ്ക്കാൻ ഇഷ്ടമാണ്. കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിന് സമീപം പിതാവ് പ്രമോദ് നടത്തുന്ന ചിത്രവിദ്യ ആർട്ട് സ്കൂളിൽ ചിത്രരചനയിൽ പരിശീലനം നേടിയ ആവണി തിരുവനന്തപുരം ബിനാലെ സംഘടിപ്പിച്ച ക്ലിന്റ് ഇന്റർനാഷണൽ പെയിന്റിംഗ് മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. പെൻസിൽ ഡ്രോയിങ്ങിനോടൊപ്പം ഇപ്പോൾ ഡിജിറ്റൽ ആർട്ടും ചെയ്തു വരുന്നതായി ആവണി പറഞ്ഞു. ക്ലിന്റിന്റെ ഒരു ഇന്റർനാഷണൽ അവാർഡുണ്ട്, അതിൽ വിന്നറായിരുന്നു. യൂഷ്വലി പെൻസിൽ ഡ്രോയിങ് ചെയ്യും, ഇപ്പം കുറച്ചായിട്ട് ഡിജിറ്റൽ ആർട്ടിലും ചെയ്തു വരുന്നുണ്ട്. ചിത്രകല ജീവനോപാധിയാക്കിയ ആവണിയുടെ പിതാവ് പ്രമോദ് ഇലന്തൂർ ഭഗവതികുന്ന് ക്ഷേത്രം, പൂവത്തൂർ ക്ഷേത്രം, കലയപുരം മഹാവിഷ്ണു ക്ഷേത്രം, ദില്ലി ഇന്ത്യ ആർട്ട് ഗാലറി എന്നിവിടങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചയാളാണ്. നഴ്സിംഗ് പഠനത്തിനിടെ അവധി കിട്ടുമ്പോഴെല്ലാം ആവണി വളരെ താല്പര്യത്തോടെ തന്നെ സഹായിക്കാറുണ്ടെന്ന് പ്രമോദ് പറഞ്ഞു. ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ചിത്രവിദ്യ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. ഞങ്ങൾ ഗ്രൂപ്പായിട്ടാണ് ആ വർക്കുകൾ ചെയ്യുന്നതും എല്ലാം. അമ്പലങ്ങളായാലും പേഴ്സണലായിട്ടുള്ള കളക്ഷൻസ് ആയാലും ഏത് രീതിയിലുള്ള വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പലതരം ആർട്ടിസ്റ്റുകളുണ്ട്. ചിത്രകലയിൽ വളരെ അധികം ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ അവധിക്കൊക്കെ എത്തുമ്പോൾ ഇവിടെ എൻ്റെ കൂടെ വരികയും ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. പുതുതലമുറയ്ക്ക് അന്യമാകുന്ന ചിത്രകലയെ പരിപോഷിക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച ചിത്രവിദ്യ ആർട്ട് സ്കൂളിൽ ഭാര്യ കവിതയുടെയും ഇളയ മകൻ ആദിദേവിന്റെയും ആവണിയുടെയും പിൻബലത്തിൽ പുതിയ അവസരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഈ കലാകുടുംബം. അമൃത ന്യൂസ്, പത്തനംതിട്ട.